അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദിക്ർ ചൊല്ലുന്ന മഹാനായിരുന്നു എന്നല്ലേ ഹദീസിലുള്ളത്. കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, മുഴുവൻ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിരുന്നു. ഒരു സമയത്ത് മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിരുന്നു. അങ്ങനെ അല്ലാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലിയ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഒരു മഹാനല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാൻ. അത് ചെറിയ ഭാഗ്യമല്ലല്ലോ. അതേ വലിയ വലിയ സ്വഹാബിമാര് മുഴുവനും വലിയ ആദരവോടെ വലിയ ബഹുമാനത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്തൊരു ബഹുമാനമാണ് കിട്ടിയത്. മഹാനവർകൾ സുബ്ഹാനല്ലാഹ് ദിക്ർ എത്ര മാത്രമാണ് ചൊല്ലിയത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കെത്തും. വീട്ടിലേക്കെത്തിയാൽ മഹാനവർകൾക്കൊരു മാലയുണ്ടായിരുന്നു. പഴയ കാലത്തെ ആളുകൾക്കൊക്കെ സ്വന്തം സ്വന്തം മാല ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കൊക്കെ സ്വന്തം സ്വന്തം ഉപകരണമുണ്ട്. സ്വന്തം സ്വന്തം മാല കുറവാണ്. ചില വീടുകളിലൊക്കെ സ്വന്തം സ്വന്തം മുസ്ഹഫ് പോലുമില്ല. സ്വന്തം സ്വന്തം മുസ്ഹഫ് വേണം എല്ലാവർക്കും. മുസ്ഹഫ് പൂർണ്ണമായിട്ടൊരു വീട്ടിൽ എത്തുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ? ആ വീട്ടിൽ ആരെങ്കിലും ഒന്നും മരിക്കുമ്പോഴാണ്. അപ്പൊ അടുത്തൊരു വീട്ടിൽ ഒരാൾ മരിച്ചപ്പോ പള്ളിയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പള്ളിയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുസ്ഹഫ് എത്തുന്നതിന് മുമ്പ് അവിടെയുള്ള മുസ്ഹഫ് ഓതാൻ വേണ്ടി ചോദിച്ചു നോക്കുമ്പോ ആകെ 2 മുസ്ഹഫേ ഉള്ളൂ. 8ഉം 9ഉം ആൾക്കാർ ഒരുമിച്ച് കൂടി താമസിക്കുന്ന വീട്ടിൽ 2 മുസ്ഹഫ്. മൊബൈലിൽ എണ്ണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 20 എണ്ണൊക്കെ ഉണ്ടാവും. മുസ്ഹഫ് ഓരോന്ന് വേണം. തസ്ബീഹ് മാല അല്ലേ? വല്യമാക്ക് തസ്ബീഹ് മാല അല്ലേ ഉണ്ടായിരുന്നു? അമ്മാക്കില്ലേ? പാക്കണ്ടേ? ഞാൻ ഇനി താഴോട്ട് കൂട്ടണ്ട, കുട്ടിയെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഓരോ മാല വേണം. ഈ മാല നമുക്ക് ആഖിറത്തിലേക്കുള്ള തെളിവാണ്. മുസബ്ബിഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹിന്റെ മാല, ദിക്റിന്റെ മാല 1000 മണിയുള്ള മാലയായിരുന്നു. ചെറിയ മാലല്ല, 1000 മണി ഉണ്ടായിരുന്നു ആ മാലക്ക്.